നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷണൽ സർവീസ്. പിന്നെ ടൈം മാനേജ്മെന്റ് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഓരോ സംഭവം പറഞ്ഞാൽ ഗെയിമിലൂടെ നമ്മൾ എന്റർടൈൻ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞതിൽ പിന്നീട് നമ്മളർക്ക് നല്ല രീതിയിൽ മനസ്സിലായി, എല്ലാവർക്കും ഭയങ്കര എൻജോയ് ചെയ്ത് നല്ല ഫണ്ണയും. താങ്ക്സ്. ഉമ്മാൻ്റെ മോട്ടിവേഷന് എൻ്റെ ഉമ്മക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ കഥ പറഞ്ഞു കൊടുത്താൽ ഉമ്മ മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്ലാനിങ്, ടൈമിനെ പറ്റി ഒബ്സർവേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞാൽ മാഷ്. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കും എല്ലാവർക്കും. പിന്നെ ഒന്നാമത് ഗെയിമിലും കൂടി ആയിട്ട് അനുഭവിച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിരുന്നോ? താങ്ക് യു. സാറിൻ്റെ ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ ഗെയിമിലൂടെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പ്ലാനിങ്ങും ഒരു എയിമിലെത്താനും പിന്നെ എന്താ പറയുക ടാർഗറ്റിലേക്ക് നമ്മുടെ എയിം വെച്ചിട്ട് ഒരു എന്താ സക്സസിലേക്ക് എത്താനും പഠിച്ചു. താങ്ക്സ്. പറഞ്ഞ പോലെ ഇതെല്ലാവർക്കും നിർബന്ധമായ കാര്യങ്ങളാണ്. ഗെയിമെല്ലാം നല്ല രസമുണ്ടായിരുന്നു. നല്ല രീതിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. താങ്ക്സ്. മോശം സമയത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ആരും അങ്ങനെ ഉറങ്ങി ഇതായിട്ടൊന്നുമില്ല. താങ്ക്സ്. സാറിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഓരോ പരിപാടി കഴിഞ്ഞിട്ട് സാറിങ്ങനെ വിളിക്കുമ്പോൾ കുറേ ആള് മുട്ടായി കഴിഞ്ഞ് വരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. അവര് കിടിലാണ്. അവര് കിടിലാണ്. നല്ല ദിവസം ഉണ്ടായി സാർ വന്നിട്ട് പറയാനുള്ളൂ. ആവശ്യപ്പെടുന്നില്ല നമ്മളെ പി ടി പ്രസിഡന്റൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ നല്ല മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നെന്ന് എനിക്കും ഞാനൊന്നും നേരത്തെ ഒബ്സർവേഷനോട് പറയും, സാറിന് അറിയുന്നതുകൊണ്ടും. അപ്പൊ ഒരു മുൻ പ്രോഗ്രാം ഓഫീസർ നിലയിലും എനിക്ക് അഭിമാനമുണ്ട്. കാരണം എന്റെ ക്യാമ്പിലും സാറ് വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും നല്ലൊരു മോട്ടിവേഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് സാറ് വന്നിരിക്കുന്ന ഒരുപാട് മൂല്യങ്ങളെ കുറിച്ച് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ സാർ തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ജീവിതത്തിന് അങ്ങോളം പ്രാവർത്തികമാക്കാൻ ലൈഫിലെ കുറെ എക്സ്പീരിയൻസ് ഇപ്പൊ ഷെയർ ചെയ്ത വീട്ടുകാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ സ്വന്തം ഒരു ജ്യേഷ്ഠ നിലയിൽ അധ്യാപക നിലയിൽ നമ്മളത് അംഗീകരിക്കുക, അത് ഏറ്റെടുക്കുക. നല്ല മൂല്യങ്ങളൊക്കെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഈ ക്യാമ്പിന് കഴിയട്ടെ എന്ന് ആശംസിക്കുക. താങ്ക് യു സർ. മോഹൻ സർ, പ്രോഗ്രാം ഓഫീസർ സംസാരിക്കും. സാറിന്റെ ക്ലാസ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ളത് ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് സാറ് ക്ലാസ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്തത്. ഏതായാലും അത് ആ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. മോശം ഒരുപാട് കാലമായല്ലോ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥ തലങ്ങളിൽ ഇറങ്ങി അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. നല്ലൊരു സൗഹൃദം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലേ അല്ലേ? നേരത്തെ നമ്മൾ എന്തെല്ലോ ആയിരുന്നു സൗഹൃദം ഒക്കെ പറയുമ്പോൾ. ഇപ്പൊ നമ്മുടെ ഒരു നല്ലൊരു സൗഹൃദം നമുക്ക് ഉണ്ടാക്കുന്നത് ട്രാൻസ്പെറന്റ് ആയ സൗഹൃദം. അങ്ങനെ ആയിരിക്കണം സൗഹൃദം. അങ്ങനെയാണ്, രഹസ്യങ്ങളൊന്നുമില്ല. സൗഹൃദങ്ങൾക്ക് രഹസ്യങ്ങളൊന്നും വേണ്ട, ഓപ്പൺ ആയിരിക്കണം. എന്റെ മോള് ഇപ്പൊ നിങ്ങളെ പോലെ +1 അല്ല +2 പഠിക്കുന്നതാണ്. അവള് തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്, ബോയ് ഫ്രണ്ട്സും ഉണ്ട്, ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവള് ഫ്രണ്ട്സൊക്കെ വിളിക്കും, ബോയ്സ് ഒക്കെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ അവളവിടെ ഫോണ് പിന്നെ എന്താ പറയാ എന്താണ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് സംസാരിക്കുക. കാരണം അവൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനൊന്നുമില്ല. സ്പീക്കറിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കുന്ന ചെക്കനായിരിക്കും നല്ല തമാശയൊക്കെ പറയുന്നുണ്ടാവും, ഇവിടെ തമാശ പറയുന്നുണ്ടാവും, നമ്മുടെ വീട്ടിലൊക്കെ അത് കേൾക്കുന്നുണ്ടാവും, രസം നമ്മളെല്ലാവരും ആസ്വദിക്കുന്നുണ്ടാവും. അത്തരത്തിൽ മറച്ചു വെക്കാത്ത ഏറ്റവും നല്ല ഒരു സൗഹൃദം സമ്മാനിക്കാൻ മൂസിൻ സാറിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നിങ്ങൾ ആ ഒരു സൗഹൃദം നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ ഈ ക്യാമ്പ് ഏറ്റവും മനോഹരമാകും, ഹൃദ്യമാകും, മധുരമാകും. റെഡിയല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഒരു വോട്ട് ഓഫ് താങ്ക്സോടുകൂടി ഈ സെഷൻ അവസാനിക്കും. പ്രോഗ്രാം കമ്മിറ്റിയിലെ ഒരാളാണ് നന്ദി പറയേണ്ടത്.